ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ ഇൻട്രോ ഞാനിപ്പോൾ ലാസ്റ്റായിട്ട് ഷൂട്ട് ചെയ്യുന്നു. ആദ്യമേ ഞാൻ ഇൻട്രോ ഷൂട്ട് ചെയ്ത് അത് സേവ് ആയില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഞാൻ എൻ്റെ വീഡിയോയിൽ എന്തോ ഇടുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോൾ നേരത്തെ ഒരു 2019 സ്കീം സെം 1 സെം 2 സബ്ജക്ട്സ് ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ കുറേ കമൻറ്റ് കണ്ടു 2024 സിലബസ് മാറ്റം ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചായിരുന്നു. അപ്പോൾ ഇതുവരെ കേറ്റുവിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ക്ലിയർ ആയിട്ട് സിലബസിൽ വന്നേക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ കുറച്ച് പോസിബിലിറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ പോസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നാണ് നാം ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പം നമുക്ക് ബ്ലോഗിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ആദ്യത്തെ തന്നെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ 2019 സ്കീമിന് മുന്നേ 2015 ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് 6 മെയിൻ സബ്ജക്ട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് 2019 വന്നപ്പോൾ 5 സബ്ജക്ട്സ് ആയിട്ട് റെഡ്യൂസ് ആയിരുന്നു. അപ്പോൾ മേ ബി 2024 സ്കീമിൽ 4 സബ്ജക്ട്സ് ആണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. പിന്നെ സെം 1 സെം 2 എല്ലാ ബ്രാഞ്ചുകാർക്കും കോമൺ ആയിരുന്നു. അത് ഞാൻ നേരത്തെ വീഡിയോയിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോമൺ സബ്ജക്ട്സ് ആയിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ബ്രാഞ്ച് വൈസ് നോക്കിയിട്ട് ഈ സബ്ജക്ട്സ് എല്ലാം ഇങ്ങനെ ഓരോ ബ്രാഞ്ചുകാർക്ക് അതിന് വേണ്ട ബേസിക്സ്, അതായത് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എല്ലാം അവരുടെ ബ്രാഞ്ച് അനുസരിച്ചുള്ള ബേസിക്സ് മാത്രമാക്കിയിട്ട് ചുരുക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പഠിക്കാനും അത് കൂടുതൽ എളുപ്പമായിരിക്കും. അപ്പം അങ്ങനെ വന്നാലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, അതിന്റെ ബേസിക്സ് തന്നെ പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഹയർ സെമ്മിലോട്ട് ചെല്ലുമ്പം അത് കൂടുതൽ ഈസി ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് അപ്ഡേറ്റ് എന്താന്ന് വെച്ചാൽ, ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള സമയം ഈ ഒരു അക്കാഡമിക് ഇയർ തൊട്ട് കൂട്ടുന്നുണ്ടെന്നാണ് അറിയുന്നത്. 2024 സ്കീമിൽ വരുന്നവർക്ക് ഇന്റേൺഷിപ്സിനൊക്കെയുള്ള സമയം, അതായത് നമുക്ക് ഒരു പഠിക്കുന്ന അവറിൽ തന്നെ ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള ഒരു സമയം കൂടെ കൂട്ടുന്നുണ്ട്. അപ്പോൾ കോളേജും അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആക്കുമായിരിക്കും. ഇപ്പൊ ഇന്റേൺഷിപ്പ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ 3rd ഇയർ ഫൈനലാണ് വരുന്നത്. അപ്പം ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് മിനിമം ഒരു 3-4 ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പം ഈ ഒരു 3 അപ്ഡേറ്റ് ആണ് ഇപ്പൊ നമുക്ക് മേ ബി വരാൻ ചാൻസ് കൂടുതലുള്ള ഈ ഒരു 3 അപ്ഡേറ്റ്സ് ആണ്. അപ്പം കൺഫേം ആയതിനു ശേഷം ഞാൻ എല്ലാ അപ്ഡേറ്റ്സിന്റെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം ഇനി ഇതുപോലത്തെ വീഡിയോ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഗൈസ്, ആൻഡ് കീപ് സപ്പോർട്ടിങ്. ബൈ.